ഇപ്പം നിങ്ങളിപ്പം പല കഥാപാത്രങ്ങൾ ചെയ്തു. ഇപ്പം ഇതിനകത്ത് നിങ്ങൾ ചെയ്യുന്ന കഥാപാത്രം എന്ന് പറയുന്നത് നിങ്ങളിപ്പം ആദ്യം കുറച്ച് റൂഡായിട്ട് ആദ്യം ഭയങ്കര റൂഡായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഈ പറയുന്ന പാലൊക്കെ നക്കി കുടിക്കാനൊക്കെ പറഞ്ഞിട്ടേ. അപ്പം ഞാൻ പറഞ്ഞ ഡയറക്ടർ എന്തിനാണ് കുട്ടികളുടെ ഒക്കെ ഒന്ന് പിടിച്ച് ഇച്ചിരി ഭരതമാമൻ ഇച്ചിരി മണ്ടൻകളി കാര്യങ്ങളൊക്കെ ആയിട്ട് മണ്ടത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് പറ്റി കഴിഞ്ഞാലും അവസാനം വരന്നെ പറ്റുന്ന കുട്ടിക്ക് കൊടുത്ത പിന്നെ പാലില് മറ്റേ ഇത് മരുന്ന് മരുന്നുകളൊക്കെ കൊടുത്ത് ഇത് ഇവൻ തന്നെ കുടിക്കുക അങ്ങനെയുള്ള കുട്ടിയൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര രസമാണ്. പിന്നെ ചേട്ടൻ അഭിനയിക്കേണ്ടി വന്നിട്ടില്ല, മണ്ടൻ എന്നുള്ള കഥാപാത്രം പിന്നെ അഭിനയിക്കേണ്ടി വന്നിട്ടില്ലല്ലോ അല്ലേ? മണ്ടൻ ചേട്ടന് കഥ അഭിനയിക്കേണ്ടി വന്നിട്ടില്ലോ. മണ്ടൻ എന്ന് പറയുമ്പോ ചേട്ടൻ സ്വാഭാവികമായിട്ട് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് അതിനല്ലേ? ഇത് കട്ട് ചെയ്യണം കേട്ടാ. അല്ല പിന്നെ എന്ത് ഞാൻ ചോദ്യം ചോദിച്ചല്ലേ ചേട്ടാ? എന്ത് ചോദ്യം? ചേട്ടാ അല്ല അതെന്ത് ചോദ്യമാണ് നീ ചോദിക്കുന്നത്? എന്ത് പറ്റി? അല്ല ഇത് പറഞ്ഞ ഈ കാണുന്നവർ വിചാരിക്കൂലേ നമ്മള് ഞാൻ മണ്ടനാണ്. അങ്ങനെ പ്രാങ്കൊന്നുമല്ലല്ലോ ചേട്ടാ. എന്ത് പ്രാങ്ക്? അത് കട്ട് ചെയ്യണം. അല്ല നീ അന്ന് ചോദിക്കുന്നത് സംസാരിക്കാം. കട്ട് അല്ല ചേട്ടാ എന്താ കേട്ടാ ഇങ്ങനെ ഞാൻ പറയട്ടെ. അല്ല ഇതന്നെ പറഞ്ഞു ഇതേപോലെ ഇത് നിങ്ങളുടെ നീ ഇപ്പൊ പറഞ്ഞ ഒരു പട്ടാനാ കേട്ടോ. ഇത് ബീപ്പ് അടിക്കണ ഇത് റെക്കോർഡിംഗ് ആണ് കേട്ടോ. അല്ല ബീപ്പ് അടിക്കാതിരിക്കുന്നത് അല്ല അതെന്ത് അല്ല ഇപ്പൊ ചേട്ടാ തെറി വിളിക്കേണ്ട ആവശ്യമുണ്ടോ? തെറി വിളിക്കേണ്ട ആവശ്യം തെറി വിളിച്ചു പോവും. ഇങ്ങനത്തെ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ തെറി വിളിച്ചു പോകും. തെറി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചേട്ടാ. ഞാൻ ഒരു നോർമൽ ക്വസ്റ്റ്യൻ ഒന്നുമല്ല. അത് നമ്മളെ കളിയാക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അല്ല എന്തോ കളിയാക്കി എന്തോ ചേട്ടാ മൊത്തം കാണിക്കുന്നതൊക്കെ നല്ലതാണോ? മണ്ടത്തരങ്ങളിലെ കുറച്ച് കാണിച്ചോണ്ടിരിക്കും. അത് സീരിയൽ കാണിക്കുന്നില്ലേ? റിയൽ ലൈഫിൽ ചേട്ടൻ ചിലപ്പോ അങ്ങനെ പ്രത്യേകിച്ച് അഭിനയിക്കേണ്ട ആവശ്യമില്ല. അതെന്ത് വർത്താനം നീ പറഞ്ഞത്? ചേട്ടാ ചീത്ത പറയാൻ സംസാരിക്കും. ചീത്ത പറഞ്ഞിട്ട് തന്നെ സംസാരിക്കും. നോർമലായിട്ട് സംസാരിക്കും. ചീത്ത പറയേണ്ട ആവശ്യമില്ല. കട്ടേ നീ പോയെ. ചീത്ത പറയേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല സാധാരണ നീ വന്നു കഴിഞ്ഞാല് നമ്മൾക്ക് ചോദിച്ചിട്ടൊക്കെ അല്ല ഇതിപ്പോ നീ ഈ ഓവർ ഫ്രീഡം തരുമ്പോൾ ചേട്ടാ ഇപ്പൊ സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ സീരിയസ് അല്ലാണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു തമാശക്ക് പറഞ്ഞു. ഇത്രയും തമാശക്ക് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് അല്ല ഈ ഓവർ ഫ്രീഡം തരുമ്പോൾ കുഴപ്പം ഇതാണ്. അതുകൊണ്ട് നീ മതിയായിക്കോ വിട്ടോ. അല്ല ഇത്രയും ചൂടാണ്ട കാര്യം എന്താണ്? ഞാൻ ചോദിക്കട്ടെ, എത്ര വർഷമായിട്ട് നമ്മളറിയാം? എത്ര വർഷമായിട്ട് അറിയാം? അറിയത്തില്ലേ? അറിയാലോ. പിന്നെ എന്തിനാ ചൂടാണ്ട കാര്യം? അല്ല പിന്നെ നീ അങ്ങനത്തെ ചോദ്യം ചോദിച്ചാൽ എന്താണ്? ഫ്രീഡം ഉണ്ടാണ്ട് ചോദിച്ചു. എടാ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുന്നവരെ കൂടി മനസ്സിലാക്കണം കേട്ടാ. എന്നിട്ട് വേണം ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി. അല്ല ഞാൻ പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കാൻ ചോദിച്ചത് എന്താ അഭിനയിക്കേണ്ടി വന്നിട്ടില്ലോ എന്ന് നോർമലി അറിയുന്നൊരു തമ്മിൽ ഒരു കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു കോമഡിയാണത്. അതിനകത്ത് എന്താണ് തെറ്റ്? എനിക്ക് വലിയ കോമഡി ആയിട്ടൊന്നും തോന്നിയില്ല. ഇച്ചിരി മോശമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ. ചേട്ടൻ രണ്ടും ചീത്ത വിളിച്ച് അല്ല എനിക്ക് തിരിച്ചു വിളിക്കാൻ അറിയാനിട്ടൊന്നുമല്ല. പിന്നെ ചേട്ടന്റെ ക്വാളിറ്റി അല്ല എനിക്ക് ക്വാളിറ്റി വേറെയാ. നിന്റെ ക്വാളിറ്റി എനിക്ക് അറിയാം. ചേട്ടന്റെ ക്വാളിറ്റി ഞാൻ ക്യാമറ ഓഫ് ആക്കിയിട്ട് ഞാൻ വിളിച്ചോളാം. അപ്പൊ ക്യാമറ ഓഫ് അല്ലേ? ക്യാമറ ഓഫ് ആയിരിക്കും. ഓഫ് ആക്കണ്ട കേട്ടോ. അയാള് ചീത്ത വിളിച്ചാൽ കിടക്കട്ടെ. കുഴപ്പമില്ല. ഇങ്ങനത്തെ വർത്താനം പറഞ്ഞിട്ടൊന്നും ഞാനൊന്നും ചോദിച്ചില്ല. ഞങ്ങൾ 7 വർഷത്തെ പരിചയമുള്ളതാ. അപ്പം യൂഷ്വലി നമ്മൾ അടുത്ത് നിൽക്കുന്ന നമ്മൾ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ, അത്രേ ഉള്ളൂ. അല്ല അതവിടെ വൈൻഡപ്പ് ചെയ്യണം. ഡിലീറ്റ് ചെയ്തിട്ട് പോയാൽ മതി. അല്ല ഡിലീറ്റ് ചെയ്യുന്നത് അത് നമ്മുടെ അവകാശമില്ല. നമ്മുടെ ക്യാമറ നമ്മുടെ ആവശ്യമില്ല ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിളിച്ച തെറിയൊക്കെ ടെലികാസ്റ്റ് ഇതേപോലെ തന്നെയാണ്. അപ്പം ഇപ്പൊ എനിക്ക് മനസ്സിലായ എന്തോ എനിക്ക് കോമഡി പറയാൻ മാത്രല്ല നിങ്ങള് ചീത്ത വിളിച്ചവരത്ത് എടുത്തിട്ടുണ്ടത്. ഞങ്ങൾ ആലോചിക്കട്ടെ അത്. ഇനി ആലോചിക്കട്ടെ കട്ടിയോട് വേണ്ട എന്നുള്ളത് കേട്ടാ. എനിക്ക് പണി തന്നു കേട്ടാ. എടാ ഞങ്ങളെ അവൻ ഉമ്മ വന്നിട്ടോ ഇത് ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നടാ. അവന് മനസ്സിലായില്ലത്. സീരിയസ്ലി പറയാണ് ചേട്ടൻ പല കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട്, വില്ലൻ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ. പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് ഒരു ആർജേസിനെയും ഒരു അവതാരകയും വിളിച്ചിട്ടുണ്ട്. സ്ഥിരം പരിപാടിയായി പോയി പുള്ളിയുടെ. ഈ അഭിനയങ്ങളുടെ ഇടയിലും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ചേട്ടൻ നല്ല അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ചേട്ടൻ അന്നത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പക്ഷെ അത് എന്തുകൊണ്ടായിരിക്കും ചേട്ടാ? ചേട്ടൻ സ്ട്രൈറ്റ് ഫോർവേഡ് സംസാരിക്കുന്നുണ്ടാണോ? അതുകൊണ്ട് കുറെ ശത്രുക്കളുണ്ടോ? അത് ഉള്ള കാര്യം നോക്കി പറയുമ്പോൾ എല്ലാവർക്കും വിഷമം തോന്നും. അതുള്ള തന്നെ അത് നമ്മളൊരു കണ്ണൂർക്കാരുടെ ഒരു ബേസിക്കലി ആയിട്ടുള്ള ഒരു സ്വഭാവമാണ്. ഉള്ള അങ്ങ് പറയും, മുഖത്ത് നോക്കി പറയും. അതിന് പിന്നെ എന്ത് സംഭവിക്കുന്നു അതിന്റെ കോൺസിക്വൻസസ് നമ്മൾ ആലോചിക്കാറില്ല. ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് പുറത്ത് പറഞ്ഞ് സംസാരിക്കുന്നവർക്കാണ് സുഖിപ്പിച്ച് നിർത്താൻ അറിയുന്നവർക്കൊക്കെ സുഖിപ്പിച്ച് നിർത്തണം. അങ്ങനെ നിന്നാലൊക്കെ ഈ വീട് പിടിച്ചു വെക്കാൻ പറ്റും. പഠിച്ചു വരുന്നേ ഉള്ളൂ. സത്യമായിട്ട് പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇപ്പോഴും ചില സമയത്ത്
ഇവിടുത്തെ കൺട്രോൾ അല്ലേ. ഷൈൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഷൈൻ ഇന്ന് രാവിലെ എത്തണം. ഞാൻ അവിടുന്ന് പുറപ്പെട്ട് നാളെ എത്തിയില്ല, ഒരു 9 മണിയാകുമ്പോൾ എത്തണം. ഞാൻ എടാ ഇച്ചിരി ലേറ്റ് ആവും. ചേട്ടാ വേഗം 9 മണിയാകുമ്പോൾ എത്തണം. അപ്പോൾ ഇതേപോലത്തെ നിങ്ങളെ വർത്താനം പറഞ്ഞിട്ടാണ് എൻ്റെ മുമ്പിലത്തെ ഒരു സുഹൃത്തിന്റെ ചരത്ത് ഇതേപോലെ പെട്ടെന്ന് ഓടി പറഞ്ഞിട്ട് ചരത്ത് ഓടി വന്നിട്ട് ഇനിയിപ്പോ എന്നെ കൂടി കട്ടടുപ്പിക്കണം അല്ലടാ എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഷൈൻ ഇവിടെ വന്നപ്പോഴേ ഷൈൻ എന്റെ പൊന്ന് ചേച്ചി ബ്രോ ഇങ്ങനെയൊന്നും സംസാരിക്കുന്നത് വല്ലാണ്ട് വിഷമം തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ വർത്താനം പറയും, അത് കേൾക്കുന്നവർക്ക് ഹേർട്ടാവും. പക്ഷെ വേറെ കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ പല ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. കൺട്രോളേഴ്സിനെ ഇതുപോലെ പയ്യെ സംസാരിക്കുന്ന ഒരു പയ്യെ സംസാരിക്കുന്നതല്ല, അവൻ ആ പയ്യെ സംസാരിക്കണല്ലോ കള്ളത്തരത്തിൽ കള്ളെന്ന് വെച്ചാൽ കള്ളനാണ്. ആ സൈലന്റ് ആ നമ്മളെ അധികം സംസാരിക്കാത്തയും വളരെ വിനയാന്യുതനായിട്ട് സംസാരിക്കുന്നതും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇവ ഉള്ളൊരു ഭയങ്കര കള്ളത്തരം. ഈ ഇന്റർവ്യൂ ഷൈനെ കണ്ടിട്ടില്ല അത്. ഷൈനിങ്ങനെ ബ്രോ പിന്നെ എന്താണെന്നറിയോ നമുക്ക് ഞാൻ ഒച്ചതപ്പാടാ ബ്രോ നമുക്ക് ഒരു 2 ദിവസം നമുക്ക് ഫ്രീ ആയിരിക്കും കേട്ടോ ഇന്ന് നമുക്ക് കൂട്ടുന്ന പിന്നെന്താണ് ഈ 2 ദിവസം പിന്നെ എന്റെ ഡേറ്റ് വാങ്ങി വെച്ചത് അല്ല അത് നമുക്ക് അങ്ങനെ അത് എന്നുവെച്ചാൽ ഒരു കൺട്രോളർക്ക് വേണ്ട ഒരു ക്വാളിറ്റിയാണ്. എന്ത് നമ്മൾ ചീത്ത പറഞ്ഞു കഴിഞ്ഞാലും ഇവർക്ക് വളരെ കാമാൻ കോയറ്റായിട്ട് അപ്പൊ നമുക്കൊന്നും ചൂടാവാൻ തോന്നില്ല. ഇപ്പൊ നീ എന്റെ അടുത്ത് ചൂടായിക്കൊണ്ടിരിക്കുന്നു, ഞാൻ തിരിച്ചു ചൂടായല്ലേ നിനക്ക് എന്റെ അടുത്ത് പിന്നെ ചൂടാൻ പറ്റും. നീ എന്റെ അടുത്ത് എന്തായാലും ചേട്ടാ ആ ചീത്ത ഞങ്ങള് കട്ട് ചെയ്യൂല. അത് ഇടൂല. ഞാൻ പറയുന്നില്ല, എന്നെ കൊണ്ട് പറയിക്കാനല്ലേ, കായും പൂയും ഉണ്ട്. അതൊന്നുമില്ലായിരുന്നു, രണ്ടിലുണ്ട്, പായലുണ്ട്. ഞാനത് കഴിയുമ്പോ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. തീർച്ചയായിട്ടും ചേട്ടാ ഭയങ്കരമായിട്ട് ചിരിച്ചു, ഈ ഇന്റർവ്യൂവിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ തീർച്ചയായിട്ടും ജിഷിൻ ചേട്ടൻ ഇനി ബാക്ക് ടു നമ്മൾ പല കഥാപാത്രങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇനിയും സ്റ്റാർ മാജിക്കിൽ അതുപോലെ ഇനി പല സീരിയലായിട്ട് വരാം. കന്യാദാനം പോകുന്നുണ്ട്, ഇത് പോകുന്നുണ്ട് അല്ലേ, മണിമുത്ത് പോകുന്നുണ്ട്. തിരക്ക് തന്നെ, ബിസി തന്നെ, എന്ത് ചെയ്യാ, ബിസി ആർട്ടിസ്റ്റ് അല്ലേ. ഷൂട്ട് അടുത്ത മാസം ഒരു 10 to 12 days ചോദിച്ചിട്ടുണ്ട്. അതിന് ഇങ്ങനെ ഏത് പടമാണ്? അത് പുതിയൊരു പടം. പടത്തിന്റെ പേരൊന്നും പറയില്ല. ഇപ്പൊ ഒരു പ്രശ്നമുണ്ട്. എന്താ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റില് നമ്മൾ തുടങ്ങി അല്ലെങ്കിൽ നമ്മൾ വിളിച്ചാൽ ഉടനെ ഞാൻ വന്നിട്ട് എടാ ആളിയാ എന്നെ മറ്റേ ഇതിൽ വിളിച്ചിട്ട് കേട്ടോ, മറ്റേ സീരിയൽ ഇങ്ങനെ നമ്മൾ കുറച്ച് അത്ര പോലും പറയാൻ പാടില്ല എന്നാണ് നിയമം. ഈ ഇൻഡസ്ട്രിയിലുള്ള ഒരു നിയമമാണ്. നമ്മൾ അത്ര പോലും പറയും നമ്മളെ വർക്ക് നടക്കൂല, അത് എങ്ങനെയെങ്കിലും മുടങ്ങി പോകും. അത് എങ്ങനെയാണെന്ന് പറയാൻ പാടില്ല. വന്ന് ടെലികാസ്റ്റ് ആയതിനു ശേഷം മാത്രം ഞാനിലുണ്ട്. എന്റെ വീട്ടിലെ അമ്മ പോലും അങ്ങനെ ചിലപ്പോ സമയത്ത് നീ അതിലെപ്പോഴാ ഞാൻ ജോയിൻ ചെയ്തു. ചേട്ടാ പറഞ്ഞത് കറക്റ്റ് കാര്യം. എന്നാ പറഞ്ഞു തരട്ടെ, ഞാനിപ്പോ ഒരു സാറ്റലൈറ്റ് ചാനൽ പേര് പറയുന്നില്ല, ഓഡിഷന് പോയി. ആങ്കറിംഗ് ആണ്, അത് റോഡ് ഷോ ആണ്, കോളേജിൽ പോകുന്ന പ്രോഗ്രാമാണ്. എന്നെ പോയി സ്ക്രീൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ക്യാമറയൊന്നുമില്ല, എന്നെ അവിടെ വെച്ചൊരു ലേഡിയാണ് പ്രൊഡ്യൂസർ, അവർ കണ്ടു ചെയ്തു. എന്നെ റെക്കമെൻഡ് ചെയ്ത് ഫ്ലവേഴ്സിലെ എൻ്റെ സുഹൃത്താണ്. അവിടെ ചെന്നെല്ലാം കറക്റ്റായിട്ട് ഞാൻ ചെയ്തു. ചേട്ടാ നിങ്ങൾ ചെയ്ത പക്കയാണ്. നിങ്ങൾക്ക് ഒരു മാസം 4 ദിവസമാണ് നിങ്ങൾക്ക് ഷൂട്ടുള്ളത്. നിങ്ങൾ തന്നെ അക്കോമഡേഷനൊക്കെ വെക്കണം ശരി എന്നൊക്കെ പറഞ്ഞു. ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ ലേഡിയെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ഒരു വട്ടം വിളിച്ചപ്പോൾ എനിക്ക് ബേഷ അവരുടെ വായുന്നത് എന്ന് വെച്ചാൽ ഒരു ചെറുപ്പക്കാരിയാണ്, എനിക്ക് കിട്ടി എന്നുള്ളൊരു ഉറപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ 2-3 നേരത്തെ ഞാൻ പറയുകയും ചെയ്തു. പക്ഷേ അവരുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് വളരെ എന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള, ഞാൻ ചാനലും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. പക്ഷെ എനിക്ക് വരേണ്ട ചേട്ടാ എനിക്ക് വരും എന്നുള്ള വിശ്വാസമുണ്ട്. ഞാൻ 3-4 പേർക്ക് പറഞ്ഞു കേട്ടോ, ചേട്ടൻ പറഞ്ഞ കറക്റ്റാണ്. നമ്മുടെ മൂവി വേൾഡ് മീഡിയയിലെ പ്രേക്ഷകർ കുറേ അധികം ചിരിച്ചു. ഈ ഒരു എനിക്ക് ഉറപ്പാണ്. ചേട്ടാ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? മൂവി വേൾഡ് മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ കണ്ടിട്ട് ഇതിന്റെ അടിയിലൊക്കെ കമന്റ്സ് ഒക്കെ ഇടുന്നവരൊക്കെ ഒന്ന് മയപ്പെടുത്തിയിട്ടൊക്കെ കമന്റ്സ് ഇടുക. നമുക്ക് ചില സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ചില പ്രാങ്ക് ഒക്കെ ചെയ്യും. ഇതിന്റെ മുമ്പിൽ ഇതിന്റെ അടിയിൽ വരാൻ സാധ്യതയുള്ള വേറൊരു കമന്റ് ഉണ്ട്. അഭിനയിക്കുകയാണെന്ന് പറയുന്നത് അത്രക്ക് പെർഫെക്റ്റ് കമന്റ് അല്ലേ, അതും വരും എന്ന് എനിക്കറിയാം. ഇത് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാലേ ഇതൊക്കെ ബുദ്ധിപൂർവ്വമായിട്ടുള്ള പരിപാടി. ആദ്യമേ പറഞ്ഞു ഈ കമന്റ് ഒഴിവാക്കും, ഇവൻ അതിൽ പറഞ്ഞില്ല ഇനി അത് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഒഴിവാക്കും. കേൾക്കണമെന്നില്ല പറയുമ്പോൾ ഇതിന്റെ പീസ് ഇത് കേൾക്കണമെന്നില്ല. നിങ്ങളുടെ കമന്റ്സ് ആണ് നമുക്ക് കിട്ടുന്ന ഊർജ്ജം. ആ കമന്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായാലും ചീത്തയായാലും എന്ന് വെച്ചാൽ ചിലതൊക്കെ നമുക്ക് സ്വയം ചിന്തിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ചില കമന്റുകൾ. അത് എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ബിഹേവ് ചെയ്തത്, നിങ്ങളുടെ ആ ബിഹേവിയറിൽ പ്രശ്നമുണ്ട് എന്ന് നമുക്ക് സ്വയം ചിന്തിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കമന്റ്സുകളും ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാറുണ്ട് കേട്ടോ. നമുക്ക് തെറ്റുപറ്റാത്ത മനുഷ്യന്മാരില്ല. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തെറ്റുപറ്റാത്ത മനുഷ്യന്മാരില്ല. നമ്മൾ വായുന്ന അബദ്ധങ്ങൾ പലപ്പോഴും അറിയാതെ വന്നു പോകും. ഓക്കെ, അപ്പം ഈ വരുന്നത്
ഓക്കെ നീ പറഞ്ഞത് തെറ്റാണ് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിന് ഞാൻ ചൂടാവോ അല്ലെങ്കിൽ അവനാരാ പറയാൻ എന്ന് പറയുന്നവനല്ല. പറയേണ്ടത് പറയാം, മോനെ നിനക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കും, ഉൾക്കൊള്ളും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ആ കമൻറ്റും ആ ഉപദേശമാണ് നമുക്ക് കിട്ടുന്ന ഊർജ്ജം. വീണ്ടും വീണ്ടും പുതിയ പുതിയ വർക്കുകൾ ചെയ്യാനും അതിനൊക്കെയുള്ള ഊർജ്ജം കിട്ടുന്നത് നിങ്ങളുടെ കമൻറ്റുകളും ഇതൊക്കെയാണ്. അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. തീർച്ചയായിട്ടും വളരെ സന്തോഷം ജിഷി ചേട്ടാ. രണ്ടാമത്തെ പ്രാവശ്യം നമ്മുടെ ഈ ചാനലിന് വേണ്ടി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഇൻ്റർവ്യൂ എടുത്തത്. അത് മാത്രമല്ല നമ്മുടെ ഡിവോഴ്സിൻ്റെ കാര്യത്തിലും ഈ പറഞ്ഞ കുറേ ആൾക്കാർ ഈ ഇട്ടതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ സ്വന്തം കാര്യമാണ്, നമ്മുടെ പേഴ്സണൽ ലൈഫാണ്. അതിനകത്ത് ആരും കയറി അതിലും എനിക്ക് ഒരു മാറ്റമുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ആദ്യം ചിന്തിച്ച അങ്ങനെ അല്ലായിരുന്നു ചിന്തിക്കേണ്ടിയിരുന്നത് എന്ന് എനിക്ക് പിന്നീട് ഈ കമന്റ്സിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം കമന്റ്സിൽ നിന്നാണ് എനിക്ക് മനസ്സിലായ കാര്യം. എന്താ അറിയോ, ഇത് അല്ല ഞാൻ ഇവർ പറഞ്ഞ പോലെ തന്നെ എന്തിനാണ് അത് മറച്ചു വെക്കേണ്ട ആവശ്യം? ലോകത്ത് എവിടെയും നടക്കാൻ അത് കഴിഞ്ഞു. ഇതെന്റെ പേഴ്സണൽ കാര്യമില്ല, നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത് എന്ന് പറയേണ്ട കാര്യമില്ലായിരുന്നു. നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. എന്നാലും നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരു കൗതുകം ഉണ്ടാവും. പക്ഷെ അതിൽ നല്ലത് നമ്മൾ സ്പ്രെഡ് ചെയ്യുക, ഇച്ചിരി നെഗറ്റീവായിട്ടുള്ളത് ഹൈഡ് ചെയ്ത് വെക്കുക എന്നുള്ളൊരു ഇതുണ്ടല്ലോ മനുഷ്യ സാഹിത്യം. മെത്തേഡ് അത്ര ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലാണ്ട് വേറൊന്നും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവരാര് പിന്നെ ഇതൊക്കെ വേറെന്താ പറഞ്ഞാൽ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നും. ഇനി എന്തായാലും എന്താരെന്ന് പറഞ്ഞാലും എൻ്റെ ജിഷിൻ ചേട്ടനാണ്, എൻ്റെ അതെ മുത്താണ്. വളരെ സന്തോഷം ചേട്ടാ. ഇനിയും നല്ല ക്യാരക്ടറുകൾ കിട്ടട്ടെ. ഇനി അടുത്ത ഈ വർഷം ഒരു 2024 ചേട്ടൻ്റെത് ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പറയുന്നത്. നല്ല വർഷമാണ്. നല്ല വർഷമാണ്. ഫുൾ ബിസിയാണ്. അങ്ങനെ തന്നെ പോട്ടെ കേട്ടോ. കീപ് ഗോയിങ്. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു.